എന്തായാലും ആസിഫ് ഇത്രയൊക്കെ സാർ പറഞ്ഞല്ലോ ആസിഫിനെ പറ്റി. സാറിനെ പറ്റി ആസിഫിനെ എന്തായാലും അറിയണല്ലോ, എന്തായാലും ഇങ്ങോട്ടൊന്നും സൂചിപ്പിച്ചല്ലോ, ഇനി അങ്ങോട്ടൊന്നും സൂചിപ്പിക്കല്ലോ. അതല്ല ഒരു വളരെ ജെനുവിനായിട്ട് സത്യസന്ധമായി ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പറയണമെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയത് മലയാളത്തിൽ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു സംവിധായകനാണ് വി കെ പ്രകാശ്. കാര്യം ഇദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല ജോണറിലുള്ള പടങ്ങളാണ് സാർ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഇപ്പോൾ ഈവൻ ത്രീ കിങ്സും ഗുലുമാലും കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് എന്തോ കാര്യം നമ്മൾ തിയേറ്ററിൽ നിന്ന് എല്ലാവരും ചിരിച്ചു അല്ല, പക്ഷേ ഇത് എന്ത് പടം ഇതൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ ജോണറിലുള്ള പടങ്ങൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സാധനം. അപ്പൊ അതെല്ലാം വിട്ടിട്ട് ഇത്രയും വെർസറ്റൈൽ ആയിട്ട് ഒരു പടം, ഇത്രയും വെർസറ്റൈൽ ആയിട്ട് പടങ്ങൾ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ്, ഒരു ക്വാളിറ്റിയാണത്. ഇപ്പൊ ഈ നമ്മൾ നേരത്തെ തമാശക്ക് പറഞ്ഞു, മലയാളത്തില് ഇന്ത്യയില് തമിഴിലൊഴികെ ബാക്കി എല്ലാ ഭാഷയിലും സിനിമ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ബാംഗ്ലൂർ ഇന്ത്യ വിട്ടു. ഞാൻ പണ്ട് സിനിമയിൽ വരുന്നതിന് മുന്നേ ബാംഗ്ലൂർ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കോർമംഗലിലും അടിയോളയിലൊക്കെ വലിയൊരു ഹോർഡിങ് ഡെൽ ലാപ്ടോപ്പിന്റെ, അതിനകത്തൊരു ആള് മീശയൊക്കെ വെച്ചിട്ട് മറ്റേ വള്ളി കണ്ണാടിയൊക്കെ വെച്ച ഒരാളുടെ ഫോട്ടോ. ഞാൻ ഇയാളെയൊക്കെ പിടിച്ച് ആരാ ബ്രാൻഡ് അംബാസഡർ ആക്കിയെന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ അതിന്റെ താഴെ വി കെ പ്രകാശ് എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് പിന്നെ മനസ്സിലാക്കി, അന്ന് മുല്ലവള്ളിയും തേന്മാവും റിലീസായ ടൈം. അപ്പൊ അതിന്റെ സംവിധാനം. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തിനാണ് ഇയാളെ പിടിച്ച് ബ്രാൻഡ് അംബാസഡർ ആക്കി. പിന്നെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, നമ്മള് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ട് ഡിജിറ്റലി സിനിമ ഷൂട്ട് ചെയ്യുകയും അത് ഡിജിറ്റലി റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്ത ആളാണ് ഇദ്ദേഹം. അപ്പൊ ഇതിനെ പറ്റിയിട്ടൊന്നും, അതായത് ആളുകൾ എന്ത് വിചാരിക്കുന്നോ, ആളുകൾക്ക് ഏത് രീതിയിൽ ഒന്നും ബോദർ ചെയ്യാതെ സ്വയം സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ പ്രേക്ഷകരിലേക്ക് എത്തുന്ന രീതിയിൽ സിനിമകൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പോസ്റ്റർ കണ്ടപ്പോൾ ആസിഫിന് സത്യം മനസ്സിലായില്ല, അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആളൊരു പുലിയാണല്ലോ. അതെ, ശരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എന്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളുകളിൽ ഒരാളാണ് വി കെ പി സാർ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഈവൻ നോർമൽ ലൈഫിലാണെങ്കിൽ പോലും സാറ് പല കാര്യങ്ങളും എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇത്രയും പ്രായമുള്ള ഒരാളാണ് ഇത് നമുക്ക് ഒരിക്കലും തോന്നില്ല. ആക്ച്വലി എത്ര പ്രായം ഉദ്ദേശിച്ചത്? ഇത് തന്നെ ഞങ്ങൾ വളരെ നിർബന്ധിച്ച് നിർണായകം പോലെ ഒരു പടം റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ സംവിധായകൻ കുറച്ച് മെച്ചോർഡ് ആയിരിക്കും. ഞങ്ങൾ താടിയൊക്കെ വെച്ച് നര ഇടിച്ചുകൊണ്ട് ഒരു തല ലുക്കിലല്ലേ, ഒരു തല ഹെഡ് ലുക്കിന്. സാറിന്റെ പടങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാല് ക്യാമറയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തോന്നിയില്ല. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സംസാരിക്കുന്ന ഇടയിൽ പലരും വി കെ പി സാറിന്റെ പടം കണ്ടു കഴിഞ്ഞാൽ ടെക്നോളജി, പക്ഷെ ഓരോ ഷോട്ട് കാണുമ്പോൾ അതിനൊരു പ്രത്യേകതയുള്ള ഷോട്ടുകളല്ല. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം, ഇതിലൊരു ക്യാമറയെ കുറിച്ചും പറയാം. അല്ല, അതെന്താ സംഭവിച്ചാല് ഇറ്റ് ഈസ് അബൌട്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാമറ, ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഓഡിയോ വിഷ്വൽ മീഡിയം ആണ്. വെറുതെ നിന്നിട്ട് ഡയലോഗ് പറയുന്ന നല്ല സിനിമ, അത് ദാറ്റ്സ് കോൾഡ് ഫോട്ടോ പ്ലേ. ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ നാടകം പഠിക്കുമ്പോഴാണെങ്കിൽ സിനിമ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഈ ഫോട്ടോ പ്ലേ അല്ല സിനിമ. സിനിമ ഈസ് എൻ ഓഡിയോ വിഷ്വൽ മീഡിയം. അപ്പൊ നമ്മളൊരു ഏതൊരു സാധനത്തിനും ഒരു വിഷ്വൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവണം. ഇപ്പൊ ഒരു ട്രോളി മൂവി ആണെങ്കിൽ, ഒരു ക്രെയിൻ മൂവി ആണെങ്കിൽ അതിനൊരു ഇന്റർപ്രിട്ടേഷൻ വേണം, അല്ലാതെ വെറുതെ ആയിട്ട് മൂവിയല്ല. അപ്പൊ അത് നമ്മളുടെ ഇന്റർനാഷണൽ സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ നിന്നും തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ വിഷ്വൽ റിച്ച്നെസ് എന്നതിനെ പറ്റി പറയുമ്പോൾ ഭാർഗവി നിലയം ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്യൂട്ടിയസ്റ്റ് ഫിലിം എവർ മെയ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതുപോലെ ഓളവും തീരവും എന്നുള്ള സിനിമ സിനിമാറ്റോഗ്രാഫിയിൽ ഏറ്റവും ഹൈറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മലയാളത്തിൽ ഇഷ്ടംപോലെ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ, ഇരകൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ജോഗ്രഫി, താഴ്വാരം. വേണുസാറെ ഞാൻ വലിയൊരു ഹാർഡ് കോർ ഫാനാണ് ആസ് എ സിനിമാറ്റോഗ്രാഫർ. കാരണം ജോഗ്രഫി യു ക്യാൻ ഫീൽ, വിഷ്വൽ ജോഗ്രഫി. അപ്പൊ അതെന്നുള്ളൊരു പഠനം തന്നെയാണ് വിഷ്വലിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളത്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ വന്നിട്ട് ഷെനാസ് ജലാലാണ്. ഷെനാസ് ജലാല് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ചിത്രസൂത്രം ആദ്യത്തെ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമാറ്റോഗ്രാഫറാണ്. വേണുസാറിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. സെയിം ഇന്റൻസിറ്റിയാണ്, കാരണം അതിൽ നമ്മളൊരു വിഷ്വൽ ഗിമിക്സ് അല്ലാതെ ഇറ്റ് ഈസ് വാട്ട് റിക്വയർഡ് ഫോർ ദ സിനിമ. ആ ഒരു രീതിയിൽ ഇന്റൻസ് ആയിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇതിന്റെ എഡിറ്റർ മഹേഷാണ്. അപ്പോൾ മഹേഷിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ നമ്മുടെ സിനിമയിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് നരേഷനായാലും ശരി, എഡിറ്ററായാലും ദർ ഓൾ മൈ ടീം മെമ്പേഴ്സ്. എല്ലാം പറയാനും എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഏത് സമയത്തും അവർക്കുണ്ട്. ഞാനില്ലാതെ അവർക്ക് എഡിറ്റ് മാറ്റാം. അങ്ങനെ അവരെന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല, എന്നിട്ട് അവരെനിക്ക് കാണിച്ചു തരും, സാർ ഇങ്ങനെ ആയാലും എങ്ങനെ ഉണ്ടാവും. കാരണം ഇതിനിടയ്ക്ക് ഞാനും കേട്ടു ഇങ്ങനെ എഡിറ്റർ ഓരോ സംഭവം തീർന്നു കഴിയുമ്പോഴത്തേനും എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ആസിഫിന്റെ കണ്ണ് നിറഞ്ഞ കഥകളോ എന്തൊക്കെയോ ഇതിനിടയിൽ കണ്ണ് നിറഞ്ഞു ആസിഫ് വികാരാധീനനായിന്നൊക്കെ കേട്ടു. കാര്യം NDL 4 ദിവസം അത്യാവശ്യം നല്ല കൂലിപ്പണിയായിരുന്നു. കാര്യം അവിടുത്തെ നമ്മള് PRO നമുക്ക് കൂടെ നിന്ന് എല്ലാ സൗകര്യം ചെയ്തു തന്നത് NDL.
അപ്പൊ ആ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ 3 വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ആസിഫ് 4 ദിവസം കൊണ്ട് അവിടെ ചെയ്തത്. കാര്യം ഓരോ ദിവസം ഷൂട്ട് കഴിയുമ്പോഴും എന്നെ ഇങ്ങനെ എടുത്ത് വണ്ടിയിലേക്ക് വെക്കുക, ഞാനിങ്ങനെ പോവാം. പക്ഷെ ഈ നമ്മളിട്ട എഫേർട്ട് ഒരു പോയിന്റ് പോലും കുറയാതെ സ്ക്രീനിൽ വരുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ 100 മീറ്റർ ഓടി എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് സ്ക്രീനിലില്ലെങ്കിൽ നമുക്ക് അതിൽ കാര്യമില്ല. അപ്പൊ അത് കൃത്യമായി വന്നതിന്റെ ഒരു സന്തോഷം. അത് മാത്രമല്ല, അതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇഫ് യു ആർ എ ജെന്യൂൻ ആർട്ടിസ്റ്റ്, സത്യസന്ധമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമല്ല ഒരു കലാകാരനാണെങ്കിൽ ഹി വിൽ ബി സെൻസിറ്റീവ്. ആ സെൻസിറ്റിവിറ്റിയാണ് അയാളെ ജീവിപ്പിക്കുന്നത്. ആ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നത് ഇപ്പൊ ഒരു സാധനം, ഇപ്പൊ ഞാനൊരു സിനിമ കണ്ടാൽ ഞാൻ ചിലപ്പോൾ ഇമോഷണലായിട്ട് കരഞ്ഞു പോകും. പക്ഷെ ഇറ്റ് ഇസ് സെൻസിറ്റിവിറ്റി, ഇറ്റ്സ് അബൌട്ട് ആൻ ആർട്ടിസ്റ്റ്. അതല്ലാതാവുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് അല്ലാതെ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ആദ്യം ഇതിലെ നായിക നിക്കി ഗിൽറാണ്, പിന്നെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് മാളവികയിലേക്ക് എത്തപ്പെട്ടത്? അല്ല, അത് നിക്കിയുടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഞങ്ങളുടെ ഡേറ്റുമായിട്ട് ആക്ച്വലി മാച്ച് ആയിരുന്നില്ല. അതൊരു കാരണം കൊണ്ട് തന്നെയാണ് നിക്കി മാറിയത്, അല്ലാതെ വേറെ എപ്പോഴും ഉണ്ടായിരുന്ന 2 ഓപ്ഷൻസ് ആണ് ഇവർ രണ്ടുപേരും, മാളവികയും. നമുക്ക് വേണ്ടതൊരു മലയാളി ലുക്ക് ഇല്ലാത്തൊരു മലയാളി കുട്ടിയായിരുന്നു. രണ്ടുപേരും ഏകദേശം ആ ഒരു ലുക്കിൽ പെടുന്ന ആൾക്കാരാണല്ലോ അല്ലേ? വേറൊരു കാര്യം എനിക്ക് അസുഖം ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യം, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഞാൻ അസിഫിനെ ആദ്യം കാണുമ്പോൾ എൻ്റെ അസിസ്റ്റൻസിൻ്റെ ഒക്കെ ഫ്രണ്ടാണ് അസിഫ്. വളരെ എൻ്റെ അസിസ്റ്റൻസോട് ജോലി അടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ഇൻറ്റൻസിറ്റിയുള്ള ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇമോഷണൽ ആണോ സെൻസിറ്റീവ് ആണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മോസ്റ്റ് സെൻസിറ്റീവ് ആണ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. കാരണം ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ പറയുമല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമയല്ലേ, അത് പാഷനാണ്. ഞാൻ പലയിടത്തും മറ്റുള്ളവരിടത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഐ സ്പോക്കൺ ടു ലോട്ട് ഓഫ് പീപ്പിൾ ഓൺ ദാറ്റ്. അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അത് പിന്നെ സാറേ, പടത്തിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, പുതിയ താരങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ചാൻസ് കൊടുത്തിട്ടുണ്ട്. ആദിൽ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദുബായ് ബേസ്ഡ് ആണ്. ഓഡീഷനിലൂടെ നമ്മൾ സംഘടിപ്പിച്ചാണ്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഓൾമോസ്റ്റ് ഒരു 5 ദിവസത്തെ ഡീറ്റെയിൽഡ് വർക്ക്ഷോപ്പ് കുളൂർ സാറിന്റെ നേതൃത്വത്തിൽ ആക്ടർ പ്രിപ്പയർസ്, നോട്ട് ഫോർ സിനിമയുടെ റിഹേഴ്സലോ സിനിമയുടെ സ്ക്രിപ്റ്റ് റീഡിങ്ങോ അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടതോ ഏത് ക്യാരക്ടറാണ് അവർ ചെയ്യുന്നതോ ഒന്നും പറയാതെ ആക്ടർ പ്രിപ്പയർസ് എന്നുള്ള കോൺസെപ്റ്റിൽ കുളൂർ സാറിന്റെ കൂടെ ഞങ്ങളൊരു ഓൾമോസ്റ്റ് 6 days ഞങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു 6 ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ കണ്ടിന്യൂസ്ലി 6 days ഇന്റൻസീവ് വർക്ക്ഷോപ്പ് ഞങ്ങൾ ചെയ്തിരുന്നു. അത് ജസ്റ്റ് ടു എൻജോയ് അവർ സെൽഫ്. കാര്യം എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം പുതിയ താരങ്ങളെയും സാർ ഇതിനിടയ്ക്ക് കൊണ്ടിരുന്നുണ്ട്. എന്നെയൊക്കെ ഓർത്ത് വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആസിഫ് അസുഖം പേടിക്കണ്ട, എനിക്ക് നായകനാവാൻ താല്പര്യമില്ല, എനിക്ക് സൈഡ് റോൾ മതി. അതായത് എവിടെയൊക്കെ എന്റെ ഫേസ് കണ്ടുണ്ടെന്ന് എന്നോട് ആരോ പറഞ്ഞു. കാരണം ഞാനിങ്ങനെ കോമഡി ആയിട്ടോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടോ അങ്ങനെ സൈഡിൽ കൂടെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിവേ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. അതിന് 2 പേര് വേറെ ആൾക്കാർ നായിക റെഡിയായി നിൽപ്പുണ്ട് അപ്പുറത്ത്. സിനിമ വലിയൊരു ഹിറ്റാവട്ടെ. ആസിഫിനും സാറിനും ഒരുപാട് ഭാവങ്ങൾ നേരുന്നു. ഇതിനിടയിൽ ചോദിക്കാൻ മറന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹിന്ദി പടം റിലീസ് ആവാൻ വേണ്ടി നിൽക്കുകയാണ്. 29-ാം തീയതി റിലീസാണ്. 27-ാം തീയതി അതിന്റെ പ്രീമിയർ ആണ്. അത് മിമോ ചക്രവർത്തി ആൻഡ് എവലിൻ ശർമ്മ, അക്ഷയ് ചക്രവർത്തി മിഥുൻ ചക്രവർത്തിയുടെ മകനാണ്. എവലിൻ ശർമ്മ ഒരു ജർമ്മൻ ആക്ട്രസ് ആണ്, പക്ഷേ ഷീ ഈസ് ഡൂയിങ് എ പഞ്ചാബി കൂടി. ഇതിലെ സോങ്സ് എല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് ചാർട്ടിൽ നമ്പർ 1 ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ 29-ന് റിലീസാണ്. സോ ഐ എം ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അതിനും ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങളുടെ ഉണ്ടാവും. നിർണായകത്തിനും ആസിഫ് ഒരുപാട് സന്തോഷം. സാർ പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ പടത്തെക്കുറിച്ച്? ആസിഫ് എന്നും പറയുന്നത് പറഞ്ഞു. അത് സാറ് പറഞ്ഞ പോലെ ഒരു സത്യസന്ധമായ ഒരു സിനിമയാണത്. ഇതൊരു ഭയങ്കര കൊമേഴ്ഷ്യൽ കളർഫുൾ ഫാക്ടേഴ്സ് ഒന്നും വെച്ച് ഇതിനൊരു മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടെ ഈ സിനിമ ഒരു വൈഡ് റേഞ്ചിലേക്ക് പോകുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ബെസ്റ്റ് ഈ സിനിമയിലുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അതായത് നമ്മുടെ ഈ നിർണായകം എന്ന് പേരിടാൻ തന്നെ അതാണ് കാരണം. അതായത് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റ്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു റിയലിസ്റ്റിക് മൊമെൻറ്റിൻ്റെ പ്രതിഷേധമോ പ്രതികാരമാണ് ഈ സിനിമ. പ്രതിഷേധമാണ് ഈ സിനിമ. ആ പ്രതിഷേധം ചിലപ്പോൾ സംസാരത്തിൻ്റെ ഭാഷയിലോ മൗനത്തിൻ്റെ ഭാഷയിലോ എന്തിലും ആവും. പക്ഷേ ഇതൊരു ആ ഒരു പ്രതിഷേധവും അതിനുള്ളൊരു സൊല്യൂഷനുമാണ് ഈ സിനിമ. അത് നിങ്ങളെല്ലാവരും ഈ സിനിമ കാണുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്യും എന്നുള്ളത് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം ഈ അനുഭവം ജീവിതത്തിൽ നമ്മളെല്ലാവർക്കും ഒരിക്കലെങ്കിലും ഉണ്ടാവാതെ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ ഫിലിം ആൻഡ് സപ്പോർട്ട് us.